ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് ക്രോഷ്യ വീഡിയോ അല്ല, ഇന്ന് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ പ്ലാന്റ്സാണ് ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് ബോഗൻവില്ലയും കാണിച്ചു തരാം. അപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയായിട്ടപ്പോൾ പൂത്ത് നിൽക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ. നമ്മുടെ ഗോൾഡൻ ഡാലിയാണ് ഈ യെല്ലോ കളറിൽ കാണുന്നത്. അത് നല്ല ഭംഗിയല്ലേ. പിന്നെ ഇതിൽ ബോഗൻവില്ല ഉണ്ട്. സീനിയയുടെ വർഗ്ഗത്തിൽപ്പെട്ട നമ്മുടെ വിക്ടോറിയ എന്ന് പറയുന്ന ചെടി, പിന്നെ കുഞ്ഞ് ഈ പഫ് പോലത്തെ ഉള്ള ഒരു പ്ലാന്റ്, എൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ബോൾസൺ, അങ്ങനെ അഡീനിയം, അങ്ങനെ എല്ലാം വെച്ചിട്ടുള്ള ഒന്നിച്ച് ഇരിക്കുന്ന ഒരു ഗാർഡനാണത്. അപ്പോൾ വെറൈറ്റി പ്ലാന്റ്സും അതിൻ്റെ ഫ്ലവേഴ്സും ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഈ ഗാർഡനിലാണെങ്കിൽ നിറയെ 10 മണിയും ചൈനീസ് ബോൾസും പിന്നെ കുറേ ലീഫി പ്ലാന്റ്സും പിന്നെ ഡെയ്സി, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നോക്കി പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്ലാന്റ്സിനെ അത്രയധികം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇത്രയും കൂടുതൽ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാനും അതിനെ ഇതുപോലെ നല്ല ഫ്ലവറിങ് ആക്കി മാറ്റാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ലൊരു എഫേർട്ട് ഉണ്ട്. കാരണം ഇതിന് കീടങ്ങൾ വരുമ്പോൾ അത് കളയാനുള്ള മരുന്ന് തെളിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യാനുസരണം വളങ്ങൾ ഇട്ട് കൊടുക്കണം. 2 നേരവും നനച്ചു കൊടുക്കണം. ഇപ്പോൾ ഒക്കെ നല്ല വെയിലല്ലേ. അങ്ങനെ പിന്നെ ചെടികൾ ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഇലകൾ വാടുന്നുണ്ടായിരിക്കും, കൊഴിയുന്ന ഇലകളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ തോട്ടത്തിൽ നടന്ന് ഒക്കെ ക്ലീൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഗാർഡൻ ഇത്രയും മനോഹരമായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരായാലും ഒരു വീട്ടിലെ ഏതെങ്കിലും ഒരാൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ പ്ലാന്റ്സിനോട് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർ എന്തായാലും ഒരു നേരം ഇതിൻ്റെ അരികിൽ തന്നെ ആയിരിക്കും, അത് ക്ലീൻ ചെയ്യാനും നേരെയാക്കി എടുക്കാനും ഒക്കെ ആയിട്ട്. അതിൽ ഈ ഗോൾഡൻ ഡാലിയ കണ്ടില്ലേ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്ലാന്റ് ആദ്യമായിട്ട് കാണുന്നത് സ്കൂളിൽ, എൻ്റെ നാട്ടിൻപുറത്തെ സ്കൂളിൽ നിന്ന് മാറി ടൗണിലെ സ്കൂളിലേക്ക് പോയപ്പോൾ അവിടെയാണ് ഞാൻ ആ ഗോൾഡൻ ഡാലിയ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇപ്പോഴും മനസ്സിൽ ആ ഒരു ഓർമ്മയാണ്. സ്കൂളിലെ തോട്ടത്തിൽ അത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണ് എൻ്റെ മനസ്സിൽ ഗോൾഡൻ ഡാലിയ കാണുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത്. അത് ആദ്യമായിട്ടാണ് ഞാൻ ആ പ്ലാന്റ് കാണുന്നത് തന്നെ, ആ ഫ്ലവറും ഒക്കെ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ആ ഇഷ്ടത്തോടെ ഞാൻ അതിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലവർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ എൻ്റെ ബോഗൻവില്ലാസാണ്. അതിപ്പോൾ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വെയിലല്ലേ, അപ്പോൾ ഇത് ബോഗൻവില്ലയുടെ സീസണാണല്ലോ. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഈ ബോഗൻവില്ല കണ്ടില്ലേ, ഇതിൽ വൈറ്റും ഒരു പിങ്കൊക്കെ വന്നിട്ട് അത് ഒരു കമ്പിൽ തന്നെയാണ് ഈ പൂക്കളെല്ലാം ഉണ്ടായി നിൽക്കുന്നത്. എന്തോന്നറിയില്ല, പല തരത്തിലുണ്ടായി നിൽക്കുകയാണ്. ഇതൊക്കെ കമ്പ് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറേ വർഷമായിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ ഒരു പ്ലാന്റിൽ തന്നെ ഒരു കൊല വൈറ്റ് വിരിയും, ഒരു കൊല പിങ്കും വൈറ്റും കൂടിയിട്ട് വിരിയും, അങ്ങനെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നത്. പിന്നെ നല്ല വെയിൽ കിട്ടുമ്പോൾ അതിനനുസരിച്ചും അതിൻ്റെ കളറിന് മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബോഗൻവില്ലയെ പറ്റി ഒരു കഥയുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഈ ബോഗൻവില്ല. അപ്പോൾ ഈ ബോഗൻവില്ല എന്ന് പറയുന്നത് ഈ ചെടി കണ്ടുപിടിച്ചിട്ടുള്ളത് 1768 പറയുന്നത്. അത് ബ്രസീലിൽ. അപ്പോൾ ഒരു ഫ്രഞ്ച് നാച്ചുറലിസ്റ്റായ ഫിലിബർട്ട് കമേഴ്സൺ എന്ന് പറഞ്ഞ ആളാണ് ഈ പ്ലാന്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ പ്ലാന്റ് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരല്ല ഇതിന് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അഡ്മിറൽ ലൂയി ആൻറ്റോയിൻ ഡി ബോഗൻവില്ല എന്ന് പറയുന്ന ആളുടെ പേരാണ്. അങ്ങനെയാണ് ഇതിന് ബോഗൻവില്ല എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അദ്ദേഹം ഇത് കണ്ടുപിടിച്ച ആൾ, അദ്ദേഹത്തിൻ്റെ പേരാണ് അതിനിടുന്നത് വെച്ചെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ആ പേരിൽ അറിയപ്പെട്ടിരുന്നു അല്ലേ ഈ ചെടി.
പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് അതിന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല. ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കണ്ടുപിടിച്ച ആളുടെ പേര് അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഥകളിലൂടെയും പറഞ്ഞു കേട്ടിട്ടൊക്കെ ബോഗൻവില്ല എന്ന് പറയുന്ന ആ ആളെ ആണ് ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ബോഗൻവില്ല. എത്രയൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും നമ്മളെ ഓരോരുത്തരുടെയും വായിൽ നമ്മൾ പറയുക അതിനെ ബോഗൻവില്ല എന്ന് തന്നെയല്ല. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ പേര് എപ്പോഴും എല്ലാവരും എന്താ പറയുക അങ്ങനെ സ്മരിക്കുകയാണ്. ആ പേരിനെ എല്ലാവരിലും എത്തുകയാണ് ഏത് കാലത്തും. അപ്പോൾ ആ ഫ്രണ്ടിന്, ആ സുഹൃത്തിന് അദ്ദേഹം എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. അതുകൊണ്ടല്ലേ ആ ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഫ്രണ്ട്ഷിപ്പ് ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ നമുക്കിത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമാണ് ഈ ചെടികൾ. ആരും ഇത് ഇഷ്ടപ്പെടാത്തവരാരുമില്ല. അതുപോലെ തന്നെ ഈ പൂവിൻ്റെ പേരും അത്രയധികം നമ്മൾ പറയും ഇല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ ഇത്. കുറച്ച് മുള്ളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. കുത്തിയാൽ ഭയങ്കര കടച്ചിലൊക്കെയാണ്. പിന്നെ ഞാനിതിന് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ എന്താണെന്ന് അറിയണ്ടേ. ഞാനിതിന് കൊടുക്കുന്ന വളങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിപ്പം ടെറസിലിരിക്കുന്ന കാരണം കൊണ്ടേ നല്ല വെയിലും അതുപോലെ തന്നെ നല്ല ഫ്ലവറിങ്ങും ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണണമെങ്കിൽ മുകളിൽ വന്ന് നോക്കണം. മുറ്റത്ത് നിന്ന് അധികം അങ്ങനെ കാണാൻ പറ്റില്ല. ഈ ഇതൊക്കെ ഞാനിപ്പോൾ ഇത് പൂക്കളായി വരുന്ന സമയത്ത് എടുത്ത അതാട്ടോ. അതാണതിൽ കുറച്ച് ഭാഗത്ത് പൂക്കൾ കുറഞ്ഞിട്ട് കാണുന്നത്. ഇപ്പോൾ നല്ല ഇതിൽ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെടിയുടെ പ്രത്യേകത കണ്ടില്ലേ, ഇതിൻ്റെ ഫ്ലവറിൻ്റെ അതിൻ്റെ ആ നടുവിലുള്ള, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നടുവിലുള്ള അത് മാത്രമല്ലേ അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ബാക്കിയൊക്കെ അതിൻ്റെ ലീഫിൻ്റെ സെയിം പാറ്റേണിൽ തന്നെയാണല്ലോ ആ കളറായിട്ടുള്ളതൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ യെല്ലോ ആയിക്കോട്ടെ, വയലറ്റോ പിങ്കോ റെഡ് ഏത് കളറായാലും സെയിം ആ ലീഫിൻ്റെ പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ മാത്രം കുഞ്ഞൊരു പൂവ് കണ്ടില്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതല്ലേ ഇതിൻ്റെ പൂവെന്ന് പറയണത് എന്ന് തോന്നുന്നു എനിക്ക്. നിങ്ങളങ്ങനെ വിചാരിക്കാറുണ്ടോ? അതെ, ചിലപ്പോൾ എൻ്റെ മാത്രം ഒരു മണ്ടൻ ചിന്തയായിരിക്കും. എന്തായാലും എനിക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ തോന്നും ഇതിൻ്റെ പൂവ് ഇതല്ലേ, ഇതിൻ്റെ ഇല കളർ മാറിയതല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോകും. ഓരോരോ വട്ട് ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് തോന്നില്ലേ നമുക്ക്. പിന്നെ ഈ കളർ കണ്ടില്ലേ, നല്ല റെഡ് തീ പോലത്തെ മഞ്ഞയും തീയുടെ പോലത്തെ റെഡും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിന് ഫയർ ഓപ്പൽ എന്നൊക്കെ പറയണതല്ലേ. ഇത് സെയിം ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് ഈ റെഡും യെല്ലോ ആയിട്ടുള്ളത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത്. ബാക്കിയെല്ലാം ഓരോ സ്ഥലത്തു നിന്നും കിട്ടി കൊമ്പ് കുത്തി പിടിപ്പിച്ചിട്ടുള്ള കേട്ടോ. അപ്പം അതിൻ്റെ പേരൊന്നും ചോദിച്ചറിഞ്ഞില്ല. ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓരോ ചെടിയുടെയും ഓരോ കുറേ ഇപ്പോൾ ഹൈബ്രിഡ് ഐറ്റംസ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ പേരുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ കളർ കൊണ്ടായിരിക്കും അതിനങ്ങനെ പേരെന്ന് തോന്നുന്നു. അതെനിക്കറിഞ്ഞൂടാ. പിന്നെ ഇതൊരു എന്താ പറയുക, നല്ല വെള്ളം വേണം കേട്ടോ ഈ ചെടിക്ക്. എപ്പോഴും നമ്മൾ നന്നായി വെള്ളം കുറവേ വേണ്ടൂ പറയും. പക്ഷേ പൂവുണ്ടായി നിൽക്കുമ്പോൾ ഇപ്പം ഞാൻ ദിവസവും 2 നേരവും ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ല വെള്ളം മാർന്നു പോകുന്ന ചട്ടി ആയിരിക്കണം കേട്ടോ. നല്ല പോട്ടിങ് മിക്സ് അങ്ങനെ ആയിരിക്കണം, വെള്ളം മാർന്നു പോകുന്ന വിധത്തിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം കെട്ടിയെന്ന ഈ പ്ലാന്റിന് ഒട്ടും നല്ലതല്ല. പക്ഷേ ഫ്ലവറിങ് ആയ സമയത്ത് നമ്മൾ 1 നേരം എന്തായാലും നനയ്ക്കണം. 2 നേരം പറ്റിയാൽ അത്രയും നല്ലത്. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കെട്ടി നിന്ന് അങ്ങനെ കുത്തി ഒഴിച്ചു കൊടുത്ത് കെട്ടി നിൽക്കാനും പാടില്ല. ഒഴിച്ച വെള്ളം വേഗം മാർന്നു പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വെള്ളം വേണം, 2 നേരം ഒഴിച്ചു കൊടുക്കണം എന്ന് പറയണത്. പക്ഷെ സാധാരണ നമ്മൾ ചെടികൾക്കൊക്കെ ഇത് സ്പ്രേ കൊടുക്കില്ലേ, അതൊന്നും ഇതിന് പറ്റില്ല. കാരണം പൂക്കളിലൊന്നും വെള്ളം ഇടാൻ പാടില്ല. അടിയിൽ മാത്രം പ്ലാന്റിൻ്റെ ചോട്ടിൽ മാത്രമേ വെള്ളം ആക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ലീഫിൻ്റെ മുകളിലും ഫ്ലവറിൻ്റെ മുകളിലൊക്കെ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അടിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അതും 2 നേരം ഒഴിക്കുക. പിന്നെ പോട്ടിങ്സ് വെള്ളം മാർന്നു പോകുന്ന തരത്തിൽ ഞാൻ അധികവും ആദ്യം ഇതിൽ ഇലയൊക്കെ ഇട്ട് കൊടുക്കും. ഉണങ്ങിയ ഇല ഉണ്ടല്ലോ, ഉണങ്ങിയ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് ഇത് തന്നെ പറിച്ച് വെക്കുമ്പോഴേ ആദ്യം നട്ട് നമ്മളൊരു ചെറിയ ചട്ടിയിൽ എന്തിലെങ്കിലും മണ്ണ് വെറുതെ ഇട്ടിട്ട് അതിൽ ഇത് കമ്പ് വെച്ച് പിടിപ്പിക്കും. പിടിച്ച് വേരൊക്കെ വന്ന് ഇലകളൊക്കെ വന്ന് തളിർപ്പായി ഒരു 2 മാസമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുത്തിട്ട് വേറെ പോട്ടിലേക്ക് വെക്കണം. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് മണലും ഇതൊക്കെ ഇട്ട് കൊടുത്ത് ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ കുറച്ച് മണ്ണ് അങ്ങനെ വെക്കാറുള്ളൂ. പിന്നെ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്ന വളമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആട്ടുംകാട്ടം, എല്ലുപൊടി, എഗ് ഷെല്ല്, മുട്ടത്തോട് പൊടിച്ചത്. ഇതാണ് ആട്ടുംകാട്ടം പൊടിച്ചതും എഗ് ഷെല്ലും പിന്നെ എല്ലുപൊടിയും ചേർത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായി പൂക്കളുണ്ടാവും കേട്ടോ, നല്ല പൂക്കളുണ്ടാവും. പൂക്കൾ നല്ല കളറും പ്ലാന്റ് നല്ല ഹെൽത്തി വരാനും ഒക്കെ ബെസ്റ്റാണ് ഈ വളം. ആട്ടുംകാട്ടം മെയിനായിട്ട് ഇതിന് ചൂട് കൂടുതൽ വേണ്ട ഒരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആട്ടുംകാട്ടം പൊടിച്ച് ഇട്ട് കൊടുക്കുക. ഒപ്പം ഈ എല്ലുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുട്ടത്തോട്, ഇത് നല്ല ഫ്ലവറിങ് ഉണ്ടാവാനും ഫ്ലവർ നല്ല കരുത്തോടെ വലുതായി നിൽക്കാനും എല്ലാം നല്ലതാണ് ഈ വളം. അപ്പം ഞാൻ ഇതാണ് ഇതിന് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചാണകമൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കും. പക്ഷേ എപ്പോഴും ഫ്ലവറിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം ഇത് തന്നെയാണ്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ റീൽസിലൊക്കെ ഇതിടുമ്പോൾ കണ്ടിട്ട് എന്താണ് ഇതിന് കൊടുക്കുന്ന വളം എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഞാൻ ഇതാണ് ഇതിന് കൊടുക്കുന്ന വളം. ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ മുറ്റത്ത് നിന്നിട്ട് ഞാൻ മുകളിലേക്ക് എടുത്ത വ്യൂ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ഇങ്ങനെ കാണുള്ളൂ. ഇത് ഫ്ലവറിനെ കാണണമെങ്കിൽ ഒന്നുകിൽ ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് കാണണം. റോഡിൽ കൂടെ പോകുന്നവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചെറിയൊരു ഇറക്കാണ് വീടിൻ്റെ അവിടെ. അപ്പം ഞാൻ മുകളിൽ നിന്ന് വരുമ്പോൾ കാണാം ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ വരുന്നത്. കാരണം അത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് നല്ല ഭംഗിയല്ലേ. അപ്പോൾ എനിക്ക് ഇതിന് ഫ്ലവർ ശരിക്കും ഞാൻ ആസ്വദിക്കണമെങ്കിൽ ടെറസിൽ കയറി അതിനെ നോക്കുക വേണം. അപ്പം ഞാൻ രാവിലെയും വൈകിട്ടും കയറി അത് പൂക്കളൊക്കെ നോക്കും. ഈ ഒരു ചട്ടി മാത്രം താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അതാണത്. ഇതിൽ നല്ല തിക്കായിട്ടുള്ള പൂക്കൾ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. എത്രയോ വെറൈറ്റി ആണ് നമ്മുടെ ഈ ബോഗൻവില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ പല കളറിൽ അതുപോലെ ഹാങ്ങിങ് ബോഗൻവില്ല വരുന്നുണ്ട്. നല്ല അതിങ്ങനെ ചട്ടിയിലേക്ക് ഞാന്ന് കിടക്കുന്ന വിധത്തിൽ. ഇതിൻ്റെയും അത് കേട്ടോ, നമ്മളെ പിടിച്ച് കെട്ടുമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഞാലി കിടക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഹാങ്ങിങ് ഒന്നുമല്ല, പക്ഷേ അവരെ നമ്മൾ ഇങ്ങനെ സപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഞാന്ന് താഴേക്ക് ഇങ്ങനെ വന്ന് അങ്ങനെ പൂക്കളുണ്ടാവും. പക്ഷെ ഇത് ഹാങ്ങിങ് വെറൈറ്റി ഒന്നും അല്ല, ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കമ്പ് മൂക്കുന്നതിനനുസരിച്ച് നമ്മളതിനെ സപ്പോർട്ട് കൊടുത്ത് ഹൈറ്റിലേക്ക് വിടണം. പക്ഷെ ചട്ടിയിലായതുകൊണ്ട് തന്നെ അധികം ഹൈറ്റിലേക്ക് പോവാതെ നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറ്റിയായി നിന്നിട്ട് നന്നായി ഒക്കെ ഫ്ലവർ ചെയ്തോളും, നല്ല ഭംഗിയായി. ഇതൊക്കെ ഒരു ഇപ്പോൾ കുറച്ച് ചെടികൾ മാത്രം അധികം പ്രായമാവാത്തതുണ്ട്, വെച്ചിട്ട് 1-2 വർഷമായതൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം നല്ല ഫ്ലവറിങ് ആയിട്ടുള്ളത് എല്ലാം എൻ്റെ അടുത്തുള്ളതൊരു 10 വർഷമൊക്കെ ഏജുള്ളതാണ്. ഈ വൈറ്റ് ചെറുതാട്ടോ, അപ്പോൾ അധികം വെച്ചിട്ട് അധികം ആളായിട്ടില്ല, പെട്ടെന്ന് പോകുന്നുണ്ടാവും. അവിടെ എൻ്റെ പട്ടിക്കുട്ടി ഇരിക്കുന്നുണ്ട്, ബെല്ലക്കുട്ടി. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിങ്ങനെ ജാക്കും ഉണ്ട് അപ്പുറത്തുണ്ട്, അവനെ കാണാൻ അപ്പോൾ ആ ചെരുവിൽ അവൻ ഇരിക്കുന്നുണ്ട്. അവർ എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കും. അവർക്ക് തട്ടിൻ്റെ മുകളിലേക്ക് വരിക, ഞാൻ നനയ്ക്കണ എൻ്റെ ഒപ്പം നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ആ സമയമാകുമ്പോഴേക്കും അവരെന്നെ വന്ന് വിളിക്കും അങ്ങോട്ട് കയറി പോകാനായിട്ടേ. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സാണ് അവർ, എൻ്റെ പെറ്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നായ്ക്കുട്ടികളെ. അതുപോലെ തന്നെ പൂക്കളെയും എല്ലാം ഭയങ്കര ഇഷ്ടം. നമുക്ക് വളരെ ഒരു സന്തോഷവും എന്താ പറയുക എനർജിയും എല്ലാം തരുന്നതല്ലേ ഈ പൂക്കളും പെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പൂക്കളെയും പെറ്റ്സിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരില്ലേ. അപ്പം അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂക്കളും ഇടയ്ക്ക് എൻ്റെ നായക്കുട്ടികളെയും ഒക്കെ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്ന എല്ലാവരും ഇപ്പോൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇത് മാത്രമല്ല ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഇടുന്നുണ്ട്.
അതുപോലെ കുക്കിങ്ങും എല്ലാം ഞാൻ ഇടാറുണ്ട്. ഗാർഡൻ്റെയും എല്ലാമായിട്ടുള്ള, അതുപോലെ തന്നെ ഞാൻ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നതാണ്. അതിൻ്റെ അധികം ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ വീഡിയോസും എല്ലാം ഞാൻ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്രോഷിയോടെ ചെയ്യുന്ന, ഇപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. ക്രോഷ്യോ റിലേറ്റഡ് വീഡിയോസിലാണ് ഞാൻ ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ക്രോഷ്യോ കാണുന്നവർക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ യാൺസ്, ക്രോഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന യാൺസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അതിന് കോൺടാക്റ്റ് ചെയ്യാം. ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻസിന് കോൺടാക്റ്റ് ചെയ്യാം. ബോഗൻവില്ല ഇപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ, ബോഗൻവില്ല ചോദിക്കരുത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.